പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിലേക്ക്, വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, രോഗങ്ങളിലേക്ക്, കടഭാരങ്ങളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക് അങ്ങ് വരണമേ. പിതാവേ, ആത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ദൈവാത്മാവേ, എന്റെ മേൽ ആവസിക്കണമേ. എന്റെ മേൽ ആവസിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും തകർക്കണമേ. ആത്മാവേ, ദൈവാത്മാവേ, സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആത്മാവേ, ദൈവാത്മാവേ, എന്റെ ശരീരത്തിന് ബലം നൽകണമേ. പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ. എന്റെ ഹൃദയത്തിലെ നിരാശകളും ദുഃഖങ്ങളും ഭയങ്ങളും വിട്ടുപോകട്ടെ. ആത്മാവേ, ദൈവാത്മാവേ, എന്റെ മേൽ ആവസിക്കണമേ. ശരീരം ശക്തി പ്രാപിക്കട്ടെ. ശരീരം ശക്തി പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. മനസ്സിന്റെ മടുപ്പ് വിട്ടുമാറട്ടെ. മനസ്സിന്റെ ഭാരം വിട്ടുമാറട്ടെ. മനസ്സിലെ ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ. മനസ്സിലെ ഭയങ്ങൾ വിട്ടുമാറട്ടെ. ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ വിട്ടുമാറട്ടെ. ആത്മാവേ, ദൈവാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ, തിന്മയുടെ ശക്തികൾ, ദുരാത്മാക്കൾ, ദുഷ്ടാരൂപികൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ദൈവശക്തി ഒഴുകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ശക്തമായി സ്തുതിച്ചേ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അമ്മേ മാതാവേ, സർവ്വവിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തില് 13-ാം അധ്യായത്തില് 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ഫലം തരാത്ത അത്തിവൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ഫലം തരാത്ത അത്തിവൃക്ഷം. അവൻ ഈ ഉപമ അവരോട് പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ കർത്താവ് ശക്തമായ ഒരു സന്ദേശം നമുക്ക് നൽകുകയാണ്. അതായത് തോട്ടത്തിൽ ഫലമന്വേഷിച്ച് വരുന്ന ഉടമസ്ഥൻ അത് പലതവണ വന്നു. ഇത് 3-ാം വർഷമാണ്. അദ്ദേഹം പറയുകയാണ്, 3 വർഷമായിട്ട് ഞാൻ ഫലം തേടുകയാണ്, പക്ഷേ ഫലമില്ല. അതുകൊണ്ട് ഈ അത്തിവൃക്ഷം ഇത് വെട്ടിക്കളഞ്ഞേക്കാം. നിരന്തരമായിട്ട് ഫലമന്വേഷിക്കുന്ന, ഫലം തേടി വരുന്ന ഒരു ദൈവത്തെ നമ്മളവിടെ കാണുകയാണ്. മനുഷ്യരായ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണം. നന്മ ചെയ്യുന്നതിൽ നമ്മൾ മുൻപന്തിയിലേക്ക് വരണം. ഹല്ലേലൂയ. എത്രമാത്രം നന്മകൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം നന്മകൾ ചെയ്യണം. ആത്മീയ കാര്യങ്ങളിൽ എത്രമാത്രം ഉത്സുകരായിരിക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ഉത്സുകരായിരിക്കണം. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നു. ഫലമന്വേഷിച്ച് ഉടമസ്ഥൻ വന്നിട്ട് 3 വർഷം ആയിട്ട് ഫലമില്ല. എപ്പോൾ വന്നാലും ഫലമില്ലാത്തൊരവസ്ഥ. വെട്ടിക്കളയാൻ പറയും. അവൾ കൃഷിക്കാരൻ പറയുക, നമുക്ക് 1 വർഷം കൂടി നോക്കാം, ചുവട് കിളച്ച് വളമിട്ട് നോക്കാം, നമുക്ക് ഫലമുണ്ടാകുമെന്ന്. യജമാനൻ സംഭവിച്ചു. ചുവട് കിളച്ച് വളമിടാനായിട്ട്
1 വർഷം കൂടിയുള്ള അവസരം കൊടുത്തു വളവിട്ട് ഫലമുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട്. അവിടെയും ദൈവത്തിൻ്റെ കരുണയാണ് വെളിപ്പെടുന്നത്. 1 പ്രാവശ്യം കൂടി അവസരം കിട്ടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നിരന്തരമായിട്ട് അവസരങ്ങൾ നൽകുക. നന്മ ചെയ്യാനും പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും സൽപ്രവൃത്തി ചെയ്യാനും ഒക്കെ അവസരങ്ങൾ ദൈവം ഒരുക്കി തരികയാണ്. നമ്മളിത് ചെയ്യണം. ആത്മാവിൽ നിറഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നുണ്ടോ എന്ന് യേശു തേടുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനേകം കൺവെൻഷനുകളും ധ്യാനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളവരാണ്. എന്നിട്ട് ജീവിതത്തിൽ എത്രമാത്രം ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നന്മ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞ ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾക്ക് അല്ലെ നമുക്ക് നയിക്കാൻ പറ്റുന്നുണ്ട്. 1 പ്രാവശ്യം കൂടെ കർത്താവ് അവസരം തരികയാ. ഇത് വചനം പറയുന്നു, എന്നിട്ടും ഫലമില്ലെങ്കിലോ വെട്ടി തീയിലെറിയാം. ദൈവം അവസരങ്ങൾ നൽകുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ കുറവുകളിലേക്ക് മാത്രം നോക്കി ഇരുന്ന് നമ്മളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. നമ്മുടെ കുറവുകൾ അത് ദൈവത്തിനറിയാം. അത് ക്ഷമിക്കുവാനും കൂടുതൽ നന്മ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. 1 വർഷം കൂടെ നമുക്ക് നോക്കാം. ചുവടുകളെ വളമിടാം. നമ്മുടെ ഹൃദയമാകുന്ന ആ വയല് കർത്താവ് ഒരുക്കുകയാണ് ഈ കൺവെൻഷനിലൂടെ. വചനം വിതച്ചുകൊണ്ട് ആത്മാവിനെ പകർന്നു തന്നുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. മത്തായി സുവിശേഷം 5:8. ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൻ്റെ വിശുദ്ധി, ഹൃദയത്തിൻ്റെ നന്മ, ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത, ഹൃദയത്തിന് കാപഠ്യമില്ലാതിരിക്കുക, അങ്ങനെ ഉള്ളവരിലാണ് ദൈവം വസിക്കുന്നത്. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം നിർമ്മലമാക്കേണ്ടിയിരിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. മനസ്സിൽ വൈരാഗ്യവും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധമാക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കണം. കർത്താവായ യേശു നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. യോഹന്നാൻ 15:3, ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങളെ വിശുദ്ധീകരിക്കും. നിങ്ങളുടെ മനസ്സിനെ, ആത്മാവിനെ, ശരീരത്തെ എല്ലാം ഈ വചനം വിശുദ്ധീകരിക്കും. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ ഈ വചനമാ നിങ്ങൾക്ക് വിടുതൽ നൽകുന്നത്, സൗഖ്യം നൽകുന്നത്, വിശുദ്ധീകരണം നൽകുന്നത്. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ജീവനും ആത്മാവും ശക്തിയും എല്ലാം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ ശുദ്ധി ഉള്ളവരാക്കപ്പെടുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 21 മുതൽ 26 വരെ വചനങ്ങൾ. ജ്ഞാനം 11-ാം അധ്യായം 21 മുതൽ 26 വരെ വചനങ്ങൾ. മഹത്തായ ശക്തി അവിടുത്തേക്ക് അധീനമാണ്.
മഹത്തായ ശക്തി അവിടുത്തേക്ക് അധീനമാണ്. ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് അളക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? കർത്താവിൻ്റെ കരത്തെ ചെറുക്കുവാൻ ആർക്ക് കഴിയും? അതൊരു ചോദ്യമാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കുവാൻ ആർക്ക് കഴിയും? ആർക്കാ കഴിയുന്നത്? അതിന് ഉത്തരമുണ്ട്. ആർക്ക് കഴിയും? അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മാത്രമേ കർത്താവിൻ്റെ കരത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതിന് മുൻപ് കർത്താവ് 10 പേരെ ചോദിക്കുന്നുണ്ട്. അബ്രാഹാം പറയുക, ആദ്യ അബ്രാഹത്തോട് 50 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. അത് അബ്രാഹാം ദൈവസന്നിധിയിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുകയാണ്. 40 പേരായി, 30 പേരായി, 20 പേരായി. അവസാനം ദൈവമായ കർത്താവ് പറയുക, 10 പേര്, വെറും 10 പേരുണ്ടെങ്കിൽ, ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ 10 പേരുണ്ടെങ്കിൽ, നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ഈ നാടിനെ നശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. സോദോം ഗൊമോറയെ നശിപ്പിക്കാതിരിക്കാൻ കർത്താവ് നീതിമാന്മാരെ 10 പേരെ തേടിയിട്ട് കിട്ടിയില്ല. കർത്താവിൻ്റെ ഭുജബലത്തെ ചെറുക്കുവാനായിട്ട് ആർക്ക് സാധിക്കും? ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മാത്രമേ പറ്റൂ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ കണ്ണുനീരിലും പ്രാർത്ഥനയിലും മാത്രമേ കർത്താവ് ശിക്ഷ പിൻവലിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമകണം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. കരമീട്ടി പിടിച്ചു പറഞ്ഞേ, അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. ഉച്ചത്തി പറ, അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. ഒരിക്കൽ കൂടി, അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടുത്തേക്ക് എന്തും സാധ്യമാണല്ലോ. ഉണ്ടോ? അവിടുത്തേക്ക് എന്തും സാധ്യമാണല്ലോ. ദൈവത്തിന് എന്തും സാധ്യമാണ്. ദൈവം തീരുമാനിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഉള്ളൂ. ദൈവത്തിന് എല്ലാം സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. ദൈവം പാപങ്ങളെ അങ്ങ് അവഗണിക്കുക, പോട്ടെ, സാരമില്ലെന്ന് വെക്കുക. അതായത് നമ്മൾ പശ്ചാത്തപിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പാപങ്ങളെ അവഗണിക്കുന്നത്. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. ഉണ്ടോ? എല്ലാറ്റിനെയും അങ്ങ് എല്ലാറ്റിനെയും എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും ദൈവം സ്നേഹിക്കുന്നു. എല്ലാറ്റിനെയും ദൈവം സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദേഷിക്കുന്നില്ല. ദേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങ് ഇച്ഛിക്കുന്നെങ്കിൽ എന്തെങ്കിലും, ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനോടെ സ്നേഹിക്കുന്ന കർത്താവേ, സർവവും അങ്ങയുടേതാണ്. അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. ജീവനുള്ള സർവ്വതും അങ്ങയുടേതാണ്. അങ്ങ് എല്ലാവരോടും എല്ലാറ്റിനോടും ദയ കാണിക്കുന്നു. മനുഷ്യൻ പശ്ചാത്തപിക്കണം, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കണം, ദൈവത്തിലേക്ക് മടങ്ങി വരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാറ്റിനോടും അവൻ കരുണ കാണിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും അവിടുന്ന് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കാരുണ്യവാനാണ്. മനുഷ്യവർഗത്തോട് മുഴുവൻ, പ്രത്യേകിച്ച് പാപികളോട് അവൻ കരുണ കാണിക്കുന്നതിനാണ്, ദയ കാണിക്കുന്നതിനാണ്. ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. വീണ്ടും നമ്മൾ വായിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 4 മുതൽ 7 വരെ തിരുവചനങ്ങൾ. പാപം ചെയ്തിട്ട് എനിക്ക് എന്തു സംഭവിച്ചു എന്ന് പറയരുത്. അതൊരു അഹങ്കാരമാണ് കേട്ടോ. ഞാൻ പാപം ചെയ്തു, എന്ത് സംഭവിച്ചു? ചിലർ അഹങ്കാരവാക്ക് പറയുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എനിക്കൊന്നും സംഭവിച്ചില്ല, ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അഹങ്കാരം പറയുന്നത്. അപ്പോൾ ആ പറച്ചിൽ പോലും അഹങ്കാരമാണ്. പാപം ചെയ്തിട്ട് എനിക്ക് എന്തു സംഭവിച്ചു എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയുവാനായിട്ട് പാടില്ല. കർത്തൃകോപം
സാവധാനമേ വരൂ. കർത്താവിൻ്റെ കോപം സാവധാനം വരൂ. എത്രമാത്രം ക്ഷമിക്കാമോ അത്രമാത്രം കർത്താവ് ക്ഷമിക്കും, പൊറുക്കും. അഹങ്കാരം പറഞ്ഞാലും തോന്നിവാസം കാണിച്ചാലും കർത്താവ് ക്ഷമിക്കും. വീണ്ടും വീണ്ടും ക്ഷമിച്ച് അവസരങ്ങൾ നൽകും. കർത്താവിൻ്റെ കോപം സാവധാനമേ വരൂ. വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അതൊരു മുന്നറിയിപ്പാണ്. വീണ്ടും വീണ്ടും നീ പാപം ചെയ്യരുത്. പാപത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കുന്നു. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത പാപികൾ, ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ മനസ്സില്ലാത്ത പാപികളുടെ മേൽ തകർച്ചകളും കഷ്ടതകളും ഒക്കെ കടന്നു വരും. ദൈവത്തിൻ്റെ ക്രോധം പതിക്കും. അതായത് അനുദപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരാൻ മനസ്സില്ലാത്ത പാപജീവൻ നയിക്കുന്ന കഠിന മനസ്സുള്ളവർ, അവരുടെ മേൽ ക്രോധം പതിക്കും എന്നാണ് വചനം പറയുന്നത്. കർത്താവിങ്കലേക്ക് തിരിയുവാൻ വൈകരുത്. കാരണം നാളെ എന്നൊരു ദിവസം നിനക്ക് ഉണ്ടാകും എന്ന് നീ ചിന്തിക്കണ്ട. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. ഇന്ന് ഈ ദിവസം നീ ദൈവത്തിലേക്ക് മനസ്സുതിരിക്കണം. ഇതാണ് രക്ഷയുടെ സമയം. ഇതാണ് സ്വീകാര്യമായ സമയം. ഇന്ന് ഇപ്പോൾ നീ മാനസാന്തരപ്പെടണം. കർത്താവിലേക്ക് തിരിച്ച് വരണം. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. അതിന് സാധ്യതയുണ്ട്. ഇവിടെ കർത്താവിലേക്ക് തിരിയാൻ ഒട്ടും വൈകരുത്. തെറ്റായ പാപത്തിൻ്റെ ബന്ധങ്ങൾ, ജഡികത എല്ലാം ഉപേക്ഷിച്ച്, രഹസ്യപാപങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് നമുക്ക് തിരിച്ചു വരാം, മടങ്ങി വരാം. കർത്താവിലേക്ക് തിരിയാനായിട്ട് നീ വൈകരുത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.